ബിഗ് ബില്യൺ സെയിലും ആമസോൺ സെയിലും ഒന്നിച്ച് വന്നതുകൊണ്ട് തന്നെ ഞാൻ ഒരു ലോഡ് സാധനങ്ങൾ വാങ്ങി കൂട്ടിയിട്ടുണ്ട് കേട്ടോ. അതിന്റെ കൂടെ തന്നെ വാങ്ങിച്ചതാണ് ഈ ഒരു കിച്ചണിലേക്കുള്ള ഐറ്റം. എന്തായാലും ഞാൻ വാങ്ങിച്ചല്ലേ, അപ്പൊ നിങ്ങളെയും കൂടെ കാണിക്കാന്ന് വിചാരിച്ചു. ഇതിന്റെ വേറൊരു ടൈപ്പിലുള്ള സാധനം ഞാൻ പണ്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് പെട്ടെന്ന് കേടായി പോയത് ഞാൻ ഈ പ്രാവശ്യം ഡിഫറെന്റ് ടൈപ്പിലുള്ള ഒരു സാധനം വാങ്ങാന്ന് വിചാരിച്ചേ. അപ്പോൾ ഇതാണ് സംഭവം, നമ്മുടെ വെജിറ്റബിൾ ചോപ്പറാണ് കേട്ടോ. ഇതിനെ പുഷ് ചോപ്പർ എന്നും പറയും, കാരണം ഇത് പുഷ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. എന്തായാലും പഴയതിനെക്കാട്ടും അടിപൊളിയാണോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അല്ലേ. അപ്പൊ ആദ്യം തന്നെ ഇതിന്റെ ഉള്ളിൽ നിന്ന് നമുക്കൊരു കുന്തം പോലത്തെ ഒരു സാധനം കിട്ടിയിട്ടുണ്ട്. എന്തായാലും മാറ്റി വെക്കാം. ഇതാണ് ആ പുഷ് ഹാൻഡിൽ എന്ന് തോന്നുന്നു. അതിനുശേഷം നമുക്കൊരു ബോൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിൽ ഈ ബ്ലേഡ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ പണ്ടത്തെ അതേ സാധനം തന്നെ. ആകെ ഒരു ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ കണ്ട ആ കുന്തല്ലേ, അത് മാത്രമേ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെയാ സംഭവം നോക്കാം. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇത് ഫിറ്റ് ചെയ്യാം കേട്ടോ. ഇതിന്റെ മേലെ വെച്ചിട്ട് വേണം ഫിറ്റ് ചെയ്യാൻ. ഇത് പ്രസ് ആവുന്നില്ലല്ലോ. ഇവിടെ ലോക്ക് ആൻഡ് അൺലോക്ക് ഉണ്ട് കേട്ടോ. ഞാൻ അൺലോക്ക് ചെയ്തപ്പോൾ തന്നെ തെറിച്ചു പോയി എന്നാ വിചാരിച്ചത്, പക്ഷെ കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇതിങ്ങനെയാണ് ഇരിക്കുക. ഇനി നമുക്ക് എന്തെങ്കിലും ഇതിൽ ഇട്ടിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കണ്ടേ. ഓൾറെഡി അമ്മ ക്യാബേജ് മുറിക്കാൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ പിന്നെ ഇതിൽ വെച്ച് മുറിച്ച് നമുക്ക് കൊണ്ടുകൊടുത്ത് സർപ്രൈസ് ചെയ്യാല്ലേ. എന്തായാലും ബോളൊക്കെ ഞാൻ കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ക്യാബേജ് ഇട്ട് കൊടുക്കാം. ഞാൻ ഓൾറെഡി കുറച്ച് ചെറിയ കഷ്ണാക്കിയിട്ട്, കാരണം ഇത് ചെറിയ ബോളല്ലേ, അപ്പൊ അതിൽ ഇങ്ങനെയൊക്കെ കയറുള്ളൂ, ഇതിലിടാൻ പറ്റില്ല. ഇനി നമുക്ക് പുഷ് ചെയ്ത് നോക്കാം കേട്ടോ. വെരി ഗുഡ്. എന്റെ ശക്തിക്ക് ഇത് പുഷാവുന്ന എനിക്ക് തോന്നുന്നില്ല. അവസാനം ഞാൻ കിച്ചന് വിളിച്ചോണ്ട് വന്നിട്ട് കിച്ചു ആണ് പുഷ് ചെയ്ത് തന്നെ കേട്ടോ. അമ്മേനെ സർപ്രൈസ് ചെയ്യാന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കൊണ്ടുവന്നിട്ട് ഇതിപ്പോ എനിക്ക് പണിയായ അവസ്ഥ. അപ്പൊ കിച്ചു ആദ്യം തന്നെ ഹെൽപ്പ് ചെയ്തോണ്ട് എനിക്ക് ഇത്രയും മുറിക്കാൻ പറ്റിട്ടോ. പിന്നെ ഭയങ്കര ചെറുതായിട്ടില്ലെങ്കിലും അത്യാവശ്യം നന്നായിട്ട് തന്നെ മുറിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിന്റെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ഇത് വേർത്താണെന്ന് തോന്നി. പക്ഷെ ഇത് ചെയ്യണമെങ്കിൽ ഞാൻ വേറെ ആരെങ്കിലും വിളിക്കേണ്ടി വരും. ലിങ്കും കാര്യങ്ങളൊക്കെ കമ്മ്യൂണിറ്റി പോസ്റ്റിലും അതേപോലെ ബയോലോ വിഷ് ലിങ്കിലും ഉണ്ടാവും കേട്ടോ.